മോമോസ് കഴിച്ചിട്ട് നമുക്ക് സംസാരിക്കാം. യെസ്, വെജ് മോമോസ് ആണ് ഓർഡർ ചെയ്തത്. ഈ ഡാർജിലിംഗ് കഫേയിൽ വന്ന മോമോസ് കഴിക്കണം, ചട്നീന് നോക്കിയിട്ട്. സോ ഗുഡ് ആഫ്റ്റർനൂൺ ഗൈസ്, ഞാൻ വർക്കലയിലാണ്. ഇവിടെ വർക്കല ക്ലിഫിൽ ഡാർജിലിംഗ് കഫേയിൽ ഒരു ചായയൊക്കെ ഓർഡർ ചെയ്തിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഞാൻ എൻ്റെ കഴിഞ്ഞ യാത്രയെക്കുറിച്ച് കുറച്ച് അനുഭവങ്ങൾ ഇങ്ങനെ പങ്കുവയ്ക്കാമെന്ന് ഇങ്ങനെ വിചാരിച്ചു. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഞാൻ ഈ ടൈം ഉപയോഗിക്കുകയാണ്. 2025 ഏപ്രിൽ 11 ഞാൻ കസാക്കിസ്ഥാനിലേക്ക് പോകാൻ വേണ്ടി തീരുമാനിക്കുന്നത്. ഞാൻ ആദ്യം മലേഷ്യ പോകാമെന്നാണ് ഓർത്തത്. കാരണം നമുക്ക് ഇന്ത്യക്കാർക്ക് വിസ വേണ്ടാത്ത കുറച്ച് രാജ്യങ്ങളുണ്ട്. അതിലൊന്നാണ് മലേഷ്യ. നമുക്ക് ഓൺ ടൈം അറൈവൽ വിസ കിട്ടും. ഞാൻ ആലോചിച്ചപ്പോൾ ഞാൻ ഓൾറെഡി തായ്ലൻഡ് വിസിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു ഏഷ്യൻ കൺട്രി, ഈ ഒരു ഏഷ്യൻ കൺട്രിയുടെ സ്വഭാവം എങ്ങനെയായിരിക്കും നമുക്ക് തായ്ലൻഡിൽ പോകുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ഞാൻ വിയറ്റ്നാമിനെ കുറിച്ച് ആലോചിച്ചു. പക്ഷെ വിയറ്റ്നാമിനെ സംബന്ധിച്ച് നല്ലൊരു കൺട്രിയാണ്. ഡിഫറെൻറ്റ് വെറൈറ്റി ഓഫ് കൾച്ചേഴ്സാണ്. തായ്ലൻഡിനേക്കാളും കുറച്ചുകൂടി ഡിഫറാണ് വിയറ്റ്നാം എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഓക്കെ എന്നാൽ പിന്നെ വിയറ്റ്നാം പോയേക്കാം എന്ന് തീരുമാനിച്ച് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അങ്ങനെ എനിക്കൊരു ന്യൂസ് വന്നു, വിയറ്റ്നാമിൽ ചുഴലിക്കാറ്റ്. ഓക്കെ, അപ്പോൾ പോയി കഴിഞ്ഞാൽ എന്താവും എന്ന് എനിക്കറിയില്ല. കാരണം എനിക്ക് ഓൾറെഡി ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്. എനിക്ക് ലീവ് അപ്രൂവ് ആവാൻ സമയമെടുക്കും. അപ്പോൾ പോയിട്ട് കറക്റ്റ് സമയത്തിൽ എനിക്ക് ഫ്ലൈറ്റ് ഡിലേ ആവുമോ തിരിച്ചു വരാനായിട്ടോ സാധിച്ചില്ലെങ്കിൽ അത് പ്രശ്നമാവും. അപ്പോൾ ഞാൻ പ്ലാനൊന്ന് മാറ്റി പിടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ മേക്ക് മൈ ട്രിപ്പ്, അതുപോലെ തന്നെ ഒത്തിരിയേറെ സൈറ്റുകൾ തപ്പാൻ തുടങ്ങി, ഫ്ലൈറ്റിൻ്റെ റേറ്റുകൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ. അങ്ങനെയാണ് ഞാൻ സെൻട്രൽ ഏഷ്യൻ രാജ്യമായ കസാക്കിസ്ഥാനെ കുറിച്ച് കേട്ടത്. ഇന്ത്യക്കാർക്ക് വിസ വേണ്ടാത്ത കസാക്കിസ്ഥാൻ സെൻട്രൽ ഏഷ്യൻ രാജ്യമായതുകൊണ്ട് തന്നെ അങ്ങനെ സെൻട്രൽ ഏഷ്യൻ രാജ്യങ്ങളുടെ ഒരു കൾച്ചർ മനസ്സിലാക്കാനായിട്ട് സാധിക്കും കസാക്കിസ്ഥാനിൽ പോയി കഴിഞ്ഞാൽ. അപ്പോൾ ഞാൻ എന്നാൽ പിന്നെ കസാക്കിസ്ഥാനിലേക്ക് പോവാം എന്ന് തീരുമാനിച്ചു. എനിക്കറിയില്ല എങ്ങനെയാണ് അവിടെ പോകേണ്ടത്. അപ്പോൾ ഞാൻ കുറേ യൂട്യൂബ് വ്ളോഗുകളൊക്കെ തപ്പി, മലയാളികൾ പോയിട്ടുള്ള അവരുടെ കുറേ അനുഭവങ്ങളൊക്കെ ഞാൻ സെർച്ച് ചെയ്തു യൂട്യൂബിൽ. അങ്ങനെ കുറച്ച് ചെറിയ ഇൻഫർമേഷൻ ആയിട്ടാണ് ഞാൻ കസാക്കിസ്ഥാനിലേക്ക് ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ഞാനിങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ ഫ്രണ്ട് ഇർഫാൻ ബ്രോയെ ഞാൻ വിളിച്ചു. ആൾ കൊല്ലത്താണ് താമസിക്കുന്നത്. ഞങ്ങൾ ഗോവയിൽ വെച്ച് പരിചയപ്പെട്ടാണ്. ഞാനൊരു സോളോ ട്രിപ്പായിട്ട് 2023 ഗോവയിൽ പോയിട്ടുണ്ടായി. അപ്പോൾ 2023 വെച്ച് അവിടെ ഒരു ഹോസ്റ്റലിൽ താമസിച്ചപ്പോൾ പരിചയപ്പെട്ടതാണ് ഇർഫാൻ ബ്രോയിനെ. അപ്പം ഞാനിങ്ങനെ കസാക്കിസ്ഥാൻ പ്ലാൻ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് ആൾ പറഞ്ഞു, എടാ ഞാനും വരുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു ഓക്കെ ലെറ്റ്സ് ഗോ ടുഗദർ. അപ്പോൾ എനിക്കൊരു കൂട്ടുമാവും, എനിക്ക് വീഡിയോ എടുക്കാനായിട്ട് ഹെൽപ്ഫുള്ളാവും. ഒരാളും കൂടി ഉണ്ടെങ്കിൽ നല്ലതാണ്. അതുപോലെ തന്നെ നമുക്ക് ഒരുമിച്ച്, അതായത് അദ്ദേഹമായിട്ടൊരു യാത്ര ഞാൻ നേരത്തെ എങ്ങനെയും പോകണമെന്ന് വിചാരിച്ചിരുന്നതായിരുന്നു. അപ്പോൾ കസാക്കിസ്ഥാൻ പോകാമെന്ന് തീരുമാനിച്ചു. ഞങ്ങൾ രണ്ടുപേരും കൂടെ ഫ്ലൈറ്റ് ടിക്കറ്റ്സ് സെർച്ച് ചെയ്തു. അതായത് എന്നെ സംബന്ധിച്ച് എനിക്ക് ഈ ഫ്ലൈറ്റ് റേറ്റുകൾ തപ്പി എടുക്കുക, അതായത് ചീപ്പ് ഫ്ലൈറ്റ് തപ്പി എടുക്കുക എന്നുള്ളത് ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യമാണ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഓൾറെഡി ഫ്ലൈറ്റ് ബുക്ക് ചെയ്തിട്ട് ലീവ് അപ്രൂവ്, അതായത് ഞാൻ വർക്ക് ചെയ്യുന്ന കമ്പനിയിൽ ലീവ് അപ്രൂവ് ആവണമെങ്കിൽ എനിക്ക് പ്രയർ NOC എടുക്കണം. അപ്പോൾ NOC കിട്ടണമെങ്കിൽ ഓൾറെഡി ഫ്ലൈറ്റ് ബുക്ക് ചെയ്ത് ഞാൻ പോകുന്ന കൺട്രിയുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കൊടുത്താൽ മാത്രമേ എനിക്ക് ലീവ് അപ്രൂവ് ആവുമെന്ന് എനിക്ക് അറിയത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ലീവ് അപ്രൂവ് ആയ ശേഷമാണ് ഞാൻ ഫ്ലൈറ്റിൻ്റെ റേറ്റുകൾ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നത്. അപ്പോൾ എനിക്ക് എന്നെ സംബന്ധിച്ചൊരു 43,000 ഇന്ത്യൻ റുപ്പീസ് ആയി അങ്ങോട്ടും അപ്പ് ആൻഡ് ഡൗൺ ഫ്ലൈറ്റിന്. കസാക്കിസ്ഥാനിലേക്കുള്ള ഫ്ലൈറ്റ് ഡൽഹിയിൽ നിന്നാണ് മെയിനായിട്ട് പുറപ്പെടുന്നത്. ഡൽഹിയിൽ നിന്ന് അൽമാട്ടിയിലേക്ക് ഓൾമോസ്റ്റ് 1-2 ദിവസങ്ങളിൽ ഫ്ലൈറ്റുകൾ ഉണ്ടെന്നാണ് എനിക്ക് അറിയാനായിട്ട് സാധിച്ചത്. എയർ അസ്താന അതുപോലെ തന്നെ നമ്മുടെ ഇൻഡിഗോ, ഈ 2 എയർലൈൻസാണ് അൽമാട്ടിയിലേക്ക് സർവീസ് നടത്തുന്നത്. അപ്പോൾ ഞാൻ ഡൽഹിയിൽ നിന്നുള്ള ഫ്ലൈറ്റ് ഞാൻ നോക്കി. ഡൽഹിയിൽ നിന്ന് അപ്പ് ആൻഡ് ഡൗൺ നമുക്ക് നേരത്തെ ഒരു 3 മാസം അല്ലെങ്കിൽ 6 മാസമൊക്കെ ആ ഒരു ടൈം പീരീഡിൽ നമ്മൾ ഫ്ലൈറ്റ് ബുക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അപ്പ് ആൻഡ് ഡൗൺ ഒരു 22,000 കസാക്കിസ്ഥാനിലേക്കുള്ള ഫ്ലൈറ്റുകൾ കിട്ടും. പക്ഷേ എന്നെ സംബന്ധിച്ച് എനിക്ക് ലീവിൻ്റെ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ട് ഞാൻ റേറ്റ് നോക്കിയില്ല. എനിക്ക് ഡൽഹിയിൽ നിന്ന് അൽമാട്ടിയിൽ നിന്ന് തിരിച്ചും ഏകദേശം ഒരു 38,000 സംതിങ് ആണ് ഫ്ലൈറ്റ് ടിക്കറ്റിന് റേറ്റ് ആയത്. അപ്പോൾ എനിക്കൊരു കടമ്പ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കണ്ണൂരാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് ഡൽഹിയിലെത്തണം. ഡൽഹിയിലപ്പം എനിക്ക് ട്രെയിൻ എടുത്തിട്ട് ഞാൻ ഡൽഹിയിൽ ചെല്ലുമ്പോൾ 3 ദിവസമാവും, പിന്നെയും തിരിച്ച് 3 ദിവസം. എനിക്ക് ആകെ മൊത്തത്തിൽ 6 ദിവസമേ ലീവ് അപ്രൂവ് ആവത്തുള്ളൂ. ഞാൻ എന്ത് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനൊരു ഫ്ലൈറ്റ് ബുക്ക് ചെയ്തു ഡൽഹിക്ക്. അതായത് ബാംഗ്ലൂരിൽ നിന്ന് ഡൽഹിയിൽ നിന്ന് അൽമാട്ടിയിൽ നിന്ന് തിരിച്ച് ഡൽഹിയിൽ നിന്ന് തിരിച്ച് ബാംഗ്ലൂർ. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് എൻ്റെ ഫ്ലൈറ്റ് ചാർട്ട് ചെയ്തത്. 43,000 സംതിങ് ഇന്ത്യൻ റുപ്പീസാണ് എനിക്ക് ഫ്ലൈറ്റ് ടിക്കറ്റിന് തന്നെ ആയത്. അതിപ്പോൾ നമ്മൾ കേരളത്തിൽ നിന്ന് പോവുകയാണെങ്കിൽ ഏകദേശം ഒരു 43,000 to 45,000. പക്ഷേ നമ്മൾ പ്ലാൻ ചെയ്ത് പോവുകയാണെങ്കിൽ ഒരു 30,000-നുള്ളിലൊക്കെ തന്നെ നമുക്ക് പോയിട്ട് വരാനായിട്ട് സാധിക്കും. അതാണ് ഫ്ലൈറ്റ് ടിക്കറ്റിൻ്റെ കാര്യം. അപ്പോൾ നിങ്ങളൊരു ബിഗിനറാണ്, നിങ്ങൾക്ക് ഇങ്ങനെ ഒരു കൺട്രിയിലേക്ക് യാത്ര ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്രയർ ഡൽഹിയിലേക്ക് ഒരു ട്രെയിൻ എടുക്കുക. 3 ദിവസം യാത്ര ചെയ്ത് ഒരു ബഡ്ജറ്റ് ട്രാവലാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ യാത്ര ചെയ്ത് ഡൽഹിയിലെത്തുക. ഡൽഹിയിൽ നിന്ന് ഫ്ലൈറ്റ് എടുക്കുക, അപ്പ് ആൻഡ് ഡൗൺ അതുപോലെ തന്നെ എടുത്താൽ മതി. അങ്ങനെ നിങ്ങൾക്ക് കസാക്കിസ്ഥാനിലെത്താം. അങ്ങനെ ഞാൻ ബാംഗ്ലൂരിൽ നിന്നും ഡൽഹിയിലേക്കും ഡൽഹിയിൽ നിന്ന് അൽമാട്ടിയിലും എത്തിച്ചേർന്നു.
അപ്പോൾ അൽമാട്ടി എയർപോർട്ടിൽ ആദ്യം എത്തിയപ്പം ഞാൻ ഓർത്തു ഇമിഗ്രേഷനൊക്കെ കുറച്ച് കട്ടിയായിരിക്കുമെന്ന്. ഒന്നും സംഭവിച്ചില്ല. ഞാൻ ഫ്ലൈറ്റ് ഇറങ്ങി നേരെ ഇമിഗ്രേഷനിലേക്ക് ചെന്നു. അവിടെ ഒരു ഓഫീസർ ഉണ്ടായിരുന്നു. ആൾ എന്നോട് ചോദിച്ചു, അൽമാട്ടി, വെൽക്കം ടു അൽമാട്ടി. ഇത്ര എന്നോട് ചോദിച്ചുള്ളൂ. ലൈക്ക് അവർ സ്റ്റാമ്പ് വെച്ച് തന്നു. അവർ ഒന്നും ചോദിച്ചില്ല. നിങ്ങളുടെ ഹോട്ടൽ ബുക്കിങ്ങോ അതുപോലെ തന്നെ നിങ്ങൾ എത്ര ദിവസം സ്റ്റേ ചെയ്യുന്നോ കാര്യങ്ങളൊന്നും നോക്കില്ല. 14 ദിവസത്തേക്കുള്ള ഫ്രീ വിസ ഓൾറെഡി ആവശ്യമില്ല. 14 ദിവസത്തേക്കുള്ള എൻട്രി നമുക്ക് പെർമിറ്റ് ചെയ്ത് നമ്മളെ അൽമാട്ടിയിലേക്ക് വിട്ടു. അൽമാട്ടി എയർപോർട്ടിൽ ഇറങ്ങിയിട്ട് ഞാൻ ഓൾറെഡി ഒരു ഹോസ്റ്റൽ, ഞാൻ എപ്പോഴും യാത്ര ചെയ്യുമ്പോൾ ഞാൻ എപ്പോഴും ഹോസ്റ്റലുകളാണ് തിരഞ്ഞെടുക്കുക. കാരണം നമുക്ക് ഏറ്റവും ചീപ്പസ്റ്റ് റേറ്റിൽ താമസിക്കാൻ പറ്റുന്നത് ഹോസ്റ്റലുകളിലാണ്. ഇപ്പം നിങ്ങൾക്ക് പ്രൈവസി ആവശ്യമാണെങ്കിൽ നിങ്ങൾക്ക് ഹോട്ടൽസ് സെലക്ട് ചെയ്യാം. ഹോട്ടൽ ഒരു 2000 അല്ലെങ്കിൽ 3000 ഒരു ഇന്ത്യൻ രൂപ ഒരു ദിവസം കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അൽമാട്ടി നഗരത്തിലെ ഒരു ഹോട്ടലിൽ താമസിക്കാനായിട്ട് സാധിക്കും. പക്ഷെ ഞാൻ എടുത്ത ഹോസ്റ്റലാണ്. ഞാൻ 8 ദിവസം അൽമാട്ടിയിലുണ്ടായിരുന്നു. 8 ദിവസത്തേക്കും കൂടി എനിക്ക് ചിലവായത് ഏകദേശം 7000 രൂപയാണ് 8 ദിവസത്തേക്ക്. അപ്പം അത്രയ്ക്ക് ചീപ്പാണ്. പിന്നെ അത് സീസണായി വരുന്നു. ഓഫ് സീസൺ ആകുമ്പോൾ ഇതിലും കുറയും. ഓക്കെ, അപ്പോൾ അൽമാട്ടിയിൽ നിന്ന് നേരെ ഹോസ്റ്റലിലേക്ക് എത്തണം. അതായിരുന്നു എൻ്റെ ഫസ്റ്റ് പ്രയോറിറ്റി. അപ്പം ഞങ്ങൾ ആദ്യം എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾ അവിടെ എയർപോർട്ടിൽ ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും കുറേ ടാക്സിക്കാർ നമ്മളെ അപ്രോച്ച് ചെയ്തു. ശരിക്കും പറഞ്ഞാൽ നമ്മൾ അൽമാട്ടിയിൽ ഇറങ്ങി ഒരിക്കലും ടാക്സി എടുക്കരുത്. നമുക്ക് യാൻഡെക്സ് എന്ന് പറഞ്ഞിട്ടൊരു മൊബൈൽ ആപ്ലിക്കേഷൻ ഉണ്ട്. അതായത് സെൻട്രൽ ഏഷ്യൻ കൺട്രീസ് ആയ കസാക്കിസ്ഥാൻ, അതുപോലെ തന്നെ ഉസ്ബെക്കിസ്ഥാൻ, തജിക്കിസ്ഥാൻ, ഇങ്ങനെയുള്ള രാജ്യങ്ങളിലെല്ലാം യാൻഡെക്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ആപ്പിൻ്റെ ഒരു നെറ്റ്വർക്ക് ഉണ്ട്. അപ്പം നമ്മൾ ചെന്ന് കഴിയുമ്പോൾ തന്നെ യാൻഡെക്സ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാം. അതിൽ നമുക്ക് പോകേണ്ട സ്ഥലം ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനകത്ത് കറക്റ്റ് കാണിക്കും, ടാക്സി റേറ്റുകൾ കാണിക്കും. നമ്മൾ ബുക്ക് ചെയ്യും. നമ്മളിവിടെ ഊബർ യൂസ് ചെയ്യുന്ന പോലെ തന്നെ. അതുപോലെ നമുക്ക് ഹോട്ടൽ ബുക്ക് ചെയ്യാം. നമ്മൾ സ്വിഗ്ഗിയിൽ ഫുഡ് ഓർഡർ ചെയ്യുന്ന പോലെ യാൻഡെക്സ് ആപ്പിനകത്ത് ഫുഡ് ഓർഡർ ചെയ്യാം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ആ ആപ്ലിക്കേഷനകത്ത് ചെയ്യാം. നമ്മൾ ഇറങ്ങി യാൻഡെക്സിൽ ടാക്സി ബുക്ക് ചെയ്തു. വളരെ റീസണബിൾ ആയിട്ടുള്ള റേറ്റ് മാത്രമേ അവർ വാങ്ങിക്കുള്ളൂ. അപ്പോൾ പിന്നെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആർക്കും ഇംഗ്ലീഷ് ലാംഗ്വേജ് അറിയത്തില്ല. എയ്തർ കസാക്കിസ്ഥാൻ അല്ലെങ്കിൽ റഷ്യൻ. ഇതറിഞ്ഞിരിക്കണം. അറിഞ്ഞിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളിപ്പോൾ ഏത് രാജ്യത്ത് പോയാലും ആംഗ്യ ഭാഷ കാണിച്ചാണെന്ന് ജീവിക്കുക. നമ്മളത് മലയാളികൾ അങ്ങനെയാണല്ലോ. അപ്പോൾ ഞങ്ങൾ ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ഉപയോഗിച്ചിട്ടാണ്. എന്ത് ചായ വന്നു. താങ്ക് യു ബ്രോ. ഓക്കെ, ചായ വന്നു. ഞാനിവിടെ ഡാർജിലിംഗ് കഫേയിൽ ചായ കുടിച്ചിട്ടിരിക്കുകയാണ്. അപ്പോഴാണ് നിങ്ങളോട് സംസാരിക്കാം എന്ന് ഞാൻ വിചാരിച്ചത്. ചായ കുടിച്ചോണ്ട് സംസാരിക്കാം. അങ്ങനെ എൻ്റെ ചായ എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഈ ചായയൊക്കെ കുടിച്ചിട്ട് ഒരു ആംബിയൻസ് ഉണ്ടോ. ഇവിടെ സൂര്യൻ ഇങ്ങനെ അസ്തമിക്കാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുകയാണ്. മഴക്കാറുണ്ട്, മഴ പെയ്യാനുള്ള ചാൻസ് ഉണ്ട് വൈകുന്നേരം. ഇങ്ങനെ ചായയൊക്കെ കുടിച്ചിട്ടിരിക്കാൻ നല്ല ഭംഗിയാണ്. ഇതൊരു ഒന്നൊന്നര എക്സ്പീരിയൻസ് ആണ്. വർക്കല വന്നു കഴിഞ്ഞാൽ നിങ്ങൾ മസ്റ്റായിട്ടും വിസിറ്റ് ചെയ്യേണ്ട ഒരു കഫേയാണ് ഡാർജിലിംഗ് കഫേ. ഇവിടെ ഇപ്പോൾ അധികം ഓഫ് സീസൺ ആയതുകൊണ്ട് അധികം ആളുകളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ നിന്ന് ഫ്രീ ആയിട്ട് സംസാരിക്കുകയും ചായ കുടിക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ നമ്മൾ പറഞ്ഞു നിർത്തി എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടാക്സി അല്ലേ? അതെ. നമ്മൾ ടാക്സി പിടിച്ച് നേരെ ഹോസ്റ്റലിലേക്ക് എത്തി. ഹോസ്റ്റലിൽ ഞാൻ എൻ്റെ വീഡിയോയിൽ കറക്റ്റ് കാണിച്ചാണ്. നിങ്ങൾ എൻ്റെ വീഡിയോ പോയി നോക്കിയാൽ അറിയാം. അതിനകത്ത് മനോഹരമായിട്ടുള്ളൊരു ഹോസ്റ്റൽ, വാണ്ടർലസ്റ്റ് റിവർ സൈഡ് എന്നാണ് ഹോസ്റ്റലിൻ്റെ പേര്. വളരെ നല്ല സ്റ്റാഫായിരുന്നു. അതുപോലെ തന്നെ നമുക്ക് അവിടെ കിച്ചൺ ഉണ്ട്, നമുക്ക് ഫുഡ് ഉണ്ടാക്കി കഴിക്കാം. ശരിക്കും പറഞ്ഞാൽ നിങ്ങളൊരു ബഡ്ജറ്റ് ട്രാവലർ ആണെങ്കിൽ നിങ്ങൾ ഏത് രാജ്യത്ത് പോയി കഴിഞ്ഞാലും ഒരു ഹോസ്റ്റലിൽ താമസിക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫുഡ് ഉണ്ടാക്കി കഴിക്കാൻ നിങ്ങൾ വില്ലിങ് ആണെങ്കിൽ ഏതെങ്കിലും സൂപ്പർ മാർക്കറ്റിൽ ചെന്നാൽ വെജിറ്റബിൾസ് കിട്ടും. വളരെ കുറഞ്ഞ റേറ്റിൽ വെജിറ്റബിൾസ് കിട്ടും. അതുപോലെ തന്നെ ചിക്കനൊക്കെ ചില രാജ്യങ്ങളിൽ വളരെ റേറ്റ് കുറവാണ്. നിങ്ങൾക്ക് ഫുഡ് ഉണ്ടാക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇന്ത്യയിൽ നിന്ന് കുറച്ച് അതായത് മസാല അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ബാഗിലിട്ട് പോവാം. നിങ്ങൾക്ക് അവിടെ പോയി ഫുഡ് ഉണ്ടാക്കി കഴിക്കാം. അതല്ല നിങ്ങൾക്ക് അവിടുത്തെ എന്താ പറയുക ഫുഡ് എക്സ്പ്ലോർ ഒക്കെ ചെയ്യണം എന്ന് ആഗ്രഹമുള്ളവരാണെങ്കിൽ യെസ്, അത് ഉറപ്പായിട്ടും ചെയ്യണം. പക്ഷേ ചിലവ് കുറയ്ക്കാനുള്ള മാർഗ്ഗമാണ് ഞാൻ പറഞ്ഞു തന്നത്. അപ്പം ഞങ്ങൾ കുറച്ച് ദിവസങ്ങളിലൊക്കെ ഫുഡ് സ്വന്തമായിട്ട് കുക്ക് ചെയ്ത് കഴിക്കുമായിരുന്നു. എന്നിരുന്നാലും അവിടുത്തെ ഫുഡ് ഞങ്ങൾ ട്രൈ ചെയ്തു അൽമാട്ടിയിൽ. അപ്പോൾ ഹോസ്റ്റലിലെത്തി വിശ്രമിച്ചു. നമ്മൾ രാത്രി പുറത്തേക്ക് ഇറങ്ങി. ഒരു തനി യൂറോപ്പിൻ്റെ ഒരു ചെറിയൊരു സ്വഭാവം. അതായത് പഴയ സോവിയറ്റ് യൂണിയൻ രാജ്യമാണ് കസാഖിസ്ഥാൻ എന്ന് പറയുന്നത്. പഴയ സോവിയറ്റ് യൂണിയൻ്റെ ഭാഗമായിരുന്നു. 2ാം ലോക മഹായുദ്ധത്തിലൊക്കെ വളരെയേറെ അഫക്റ്റഡ് ആയിട്ടുള്ളൊരു രാജ്യമാണ് കസാഖിസ്ഥാൻ എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ ദിവസവും നമുക്ക് ഓരോ സ്ഥലത്തേക്ക് പോകാനുള്ളൊരു ഇതാണ് ഉണ്ടായിരുന്നത്. പക്ഷേ എന്നിരുന്നാലും ഞാൻ ഒരു സോളോ ട്രാവലറാണ് പൊതുവെ. ഇപ്പം ഇർഫാൻ ഭായി ഉണ്ടായിരുന്ന കൂട്ടത്തിൽ അദ്ദേഹം ഒരു സോളോ മൈൻഡ് സെറ്റാണ്. നമ്മുടെ ഫുഡ് വന്നു. ഞാൻ മോമോസ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. മോമോസ് കഴിച്ചിട്ട് നമുക്ക് സംസാരിക്കാം. യെസ്, വെജ് മോമോസ് ആണ് ഓർഡർ ചെയ്തത്. മോമോസ് ഭയങ്കര ഇഷ്ടമാണ്. ഈ ഡാർജിലിംഗ് കഫേയിൽ വന്നാൽ മോമോസ് കഴിക്കണം. ഞാൻ ഇപ്പോഴും ഇവിടെ വന്നു കഴിഞ്ഞാലും മോമോസ് കഴിക്കും. ഒരു ചട്നി തന്നിട്ടുണ്ട്. ചട്നീന് നോക്കിയിട്ട് കൊള്ളാം. നല്ല മോശം അല്ല. ആഹാ കൊള്ളാം, നല്ല ടേസ്റ്റ് ഉണ്ട്. ഓക്കെ,
നമുക്ക് പിന്നീട് വന്നൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ കസാക്കിസ്ഥാൻ ടെങ്കയാണ് അവിടുത്തെ കറൻസി. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഇന്ത്യൻ റുപ്പീസ് കൺവേർട്ട് ചെയ്തിട്ട് കസാക്കിസ്ഥാൻ ടെങ്ക ആക്കണം. അതായത് ഒരു ഇന്ത്യൻ രൂപ കിട്ടണമെങ്കിൽ 5 ടെങ്ക കൊടുക്കണം. അതായത് നമ്മുടെ ഇന്ത്യൻ റുപ്പീസിനേക്കാളും മൂല്യം കുറവാണ് അവിടുത്തെ കറൻസിക്ക്. അപ്പോൾ ഞങ്ങൾ ഏകദേശം ഒരു 40,000 സംതിങ് കൺവേർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത്ര ആവശ്യം വരത്തില്ല, അത്രയും നമ്മൾ ചിലവ് കുറച്ച് പോകുകയാണെങ്കിൽ അത്രയും വരില്ല. എന്നാലും ഞങ്ങളൊരു കരുതലിന് വേണ്ടിയിട്ട് അത്രയും എടുത്തു. അപ്പോൾ ഞങ്ങളിത് എയർപോർട്ടിൽ വെച്ച് തന്നെ എക്സ്ചേഞ്ച് ചെയ്തു. എയർപോർട്ടിൽ ശരിക്കും പറഞ്ഞാൽ റേറ്റ് കത്തിയാണ്. പക്ഷെ നമ്മൾ ഒരിക്കലും ഇന്ത്യയിൽ നിന്ന് ഇന്ത്യൻ റുപ്പീസ് കൊണ്ടുപോകരുത്. ഞങ്ങൾ ചെയ്തതെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോളറായിട്ട് ഇന്ത്യൻ റുപ്പീസ് ഡോളറായിട്ട് നാട്ടിൽ നിന്ന് വാങ്ങിച്ചു. എന്നിട്ട് അവിടെ ചെന്നിട്ട് ഡോളർ കൊടുത്തിട്ട് കസാക്കിസ്ഥാൻ ടെങ്കെ നമ്മൾ പർച്ചേസ് ചെയ്യുകയാണ് ചെയ്തത് എയർപോർട്ടിൽ, അൽമാട്ടി എയർപോർട്ടിൽ നിന്ന്. അപ്പം നിങ്ങൾക്ക് പോകാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇവിടെ നാട്ടിൽ നിന്ന് ഡോളറായിട്ട് കൺവേർട്ട് ചെയ്തുകൊണ്ട് പോവാം. നല്ല റേറ്റൊക്കെ നമുക്ക് ഏതെങ്കിലും ഏജൻസി അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവർ തരും. അത് നിങ്ങളൊന്ന് പോകാൻ ആഗ്രഹിക്കുന്നവർ ഒന്ന് മനസ്സിൽ കരുതുക. അപ്പോൾ അതാണ് കറൻസിയുടെ കാര്യം. പിന്നീട് ഞാൻ ആദ്യം അവിടുത്തെ ഫുഡ് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോയത്. അതായത് ഇതൊരു തണുപ്പ് രാജ്യമാണ്. അപ്പോൾ അവർ ഫുഡ് കൂടുതലായിട്ടും മാംസം, അതായത് ബീഫ്, അതുപോലെ തന്നെ കുതിരയുടെ ഇറച്ചി, അത് ഞാൻ ആദ്യമായിട്ടാണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അതായത് ഇവർ ഈ നല്ല ഹെൽത്തി ആയിട്ടിരിക്കണമല്ലോ തണുപ്പുള്ള രാജ്യത്ത് ജീവിക്കുന്നവർ. അപ്പം അവർക്ക് ശരീരത്തിൽ കൂടുതൽ പ്രോട്ടീൻ കിട്ടാൻ വേണ്ടിയിട്ട് അവർ നല്ല കട്ടി മാംസം കഴിക്കും, ബീഫ്, കുതിരയിറച്ചിയൊക്കെ. അതായത് കുതിര അവരുടെ ഒരു മെയിനായിട്ടുള്ളൊരു ആനിമലാണ്. അപ്പോൾ കുതിരേനെ ഒരു മാംസമാക്കുക, അതൊരു മെയിൻ ഭക്ഷണമാണ് അവരുടെ കസാക്കിസ്ഥാൻകാരുടെ. അപ്പോൾ അത് വെജിറ്റേറിയൻ ഓപ്ഷൻ ഇല്ല. നമ്മൾ എന്ത് ഫുഡ് ഓർഡർ ചെയ്ത് കഴിഞ്ഞാലും അതിനകത്ത് നോൺ വെജ് ഉണ്ടാവും. മുട്ടയോ ചിക്കനോ പോർക്കോ എന്തായാലും ഉണ്ടാവും. വെജിറ്റേറിയൻ ഒരു ഓപ്ഷൻ ഇല്ല. നിങ്ങൾ സ്വന്തമായിട്ട് ഫുഡ് കുക്ക് ചെയ്ത് കഴിച്ചാൽ മാത്രമേ വെജിറ്റേറിയൻകാർക്ക് അവിടെ സർവൈവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. നോൺ വെജാണ് മെയിനായിട്ടും. അൽമാട്ടിയിൽ പോയി കഴിഞ്ഞാൽ കാണേണ്ട പ്രധാനപ്പെട്ട കാഴ്ചകൾ, ഒന്ന് അസംഷൻ കത്തീഡ്രൽ. അതായത് അൽമാട്ടി സിറ്റി സെൻറ്ററിൽ തന്നെയാണ് ഈ കത്തീഡ്രൽ ഇരിക്കുന്നത്. പാൻഫിലോ എന്ന് പറഞ്ഞൊരു പാർക്കുണ്ട് അൽമാട്ടിയിൽ. ചെന്ന് യാൻഡെക്സ് മാപ്പിലോ ഗൂഗിൾ മാപ്പിലോ നോക്കിക്കഴിഞ്ഞാൽ പാൻഫിലോ പാർക്കിൻ്റെ ഡീറ്റെയിൽസ് കാണാൻ വേണ്ടി പറ്റും. പാൻഫിലോ പാർക്കിന് നടുക്കാണ് ഈ അസംഷൻ കത്തീഡ്രൽ ഇരിക്കുന്നത്. ഇതൊരു റഷ്യൻ നിർമ്മിത പള്ളിയാണ്. യുദ്ധകാലത്തൊക്കെ ഇതൊരു മ്യൂസിയം ഒക്കെ ആയിട്ട് പ്രവർത്തിച്ചിരുന്നു. ഇപ്പോൾ അതിനകത്ത് ആളുകൾ പ്രാർത്ഥിക്കാനും കാര്യങ്ങളായിട്ട് പോകുന്നുണ്ട്. അതിനകത്ത് കയറിയുള്ള കാഴ്ച അതിമനോഹരമാണ്. അതിൻ്റെ താഴിക കുടങ്ങളും അതുപോലെ തന്നെ അതിനകത്തെ സ്വർണം കൊണ്ട് നിർമ്മിച്ച ചിത്രങ്ങളും, അതായത് അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് അതിനകത്ത്. അപ്പോൾ അത് പോയി കാണണം. പിന്നെ രണ്ടാമത് സെൻട്രൽ മോസ്കാണ്. സെൻട്രൽ മോസ്കും നല്ലൊരു നിർമ്മിതിയാണ്. നമുക്ക് ശരിക്കും പറഞ്ഞാൽ കസാക്കിസ്ഥാൻ ഒരു മുസ്ലിം രാജ്യമാണ്. അപ്പോൾ ഇഷ്ടംപോലെ മോസ്കുകളുണ്ട്. സെൻട്രൽ മോസ്കാണ് വൺ ഓഫ് ദ ഫേമസ് അവിടുത്തെ. അത് ശരിക്കും പറഞ്ഞാൽ പാൻഫിലോ പാർക്കിൽ നിന്ന് ഒരു 10 മിനിറ്റ് നടക്കാനുള്ള ദൂരമുള്ളൂ. 2 കാഴ്ചകളായി. പിന്നീട് നമുക്ക് ഒരു ദിവസത്തെ ടൂറ് ഉണ്ട് കുറച്ച് സ്ഥലങ്ങളിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അതിലൊന്നാണ് ഷാരൻ കാനിയൻ. അതായത് ഈ അമേരിക്കയിലെ ഗ്രാൻഡ് കാനിയൻസ് ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവുമല്ലോ, അതുപോലെ തന്നെ അതായത് മില്യൺസ് ഓഫ് ഇയേഴ്സ് വർഷങ്ങൾ എടുത്തിട്ട് ഈ റോക്ക് ഫോർമേഷനുകൾ ഉണ്ടാവും. ഈ ഗ്രാൻഡ് കാനിയൻ നിങ്ങൾ ഗൂഗിൾ സെർച്ച് ചെയ്താൽ അറിയാം. അതുപോലെ തന്നെ റോക്ക് ഫോർമേഷനുകൾ ഉള്ളൊരു സ്ഥലമാണ് ഷാരൻ കാനിയൻ എന്ന് പറയും. അൽമാട്ടിയിൽ നിന്ന് ഏകദേശം ഒരു 350 കിലോമീറ്റർ സംതിങ്, ഒരു 3 to 4 hours ജേർണി ഉണ്ട് ഷാരൻ കാനിയനിലേക്കും അതുപോലെ തന്നെ അതിന് തൊട്ടടുത്ത പ്രദേശങ്ങളിലേക്കൊക്കെ പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ നമ്മൾ ഗൂഗിൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് അൽമാട്ടി ടൂർസ് എന്ന് പറഞ്ഞിട്ടൊരു കമ്പനി ഉണ്ടാവും. അതുപോലെ തന്നെ പാണ്ട ടൂർസ് എന്ന് പറഞ്ഞിട്ട് ഒരു കമ്പനി നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഗൂഗിളിൽ നിന്ന് അവരുടെ വാട്സപ്പ് നമ്പർ കിട്ടും. എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഒരു വാട്സപ്പ് മെസ്സേജ് അയക്കുക, തലേദിവസം ബുക്ക് ചെയ്യുക. പിറ്റേ ദിവസം രാവിലെ അവരൊരു സ്ഥലം പറയും, അവിടെ ഒരു ബസ് സ്റ്റോപ്പ് പറയും, അവിടെ വന്ന് നിൽക്കുക. അവിടെ നിന്ന് നിങ്ങളെ പിക്ക് ചെയ്യും. ഒരു ദിവസം കംപ്ലീറ്റ് ആയിട്ട് അവർ നിങ്ങളെ കാഴ്ചകളൊക്കെ കാണിച്ചിട്ട് വൈകുന്നേരം തിരിച്ചു കൊണ്ടുപോയി വിടും. അതിന് ഏകദേശം ചിലവാകുന്നത് നമ്മുടെ ഇന്ത്യൻ റുപ്പീസ് ഒരു 3500-4000 രൂപയാണ്. ഏകദേശം 24,000-25,000 ടെങ്കി. അത് ഡിപ്പെൻസ്, നിങ്ങൾ എന്തൊക്കെ സ്ഥലങ്ങൾ കാണുന്നു എന്നതിനെ ഡിപ്പെൻസ് ചെയ്തിരിക്കും. അതിന് നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ളൊരു ഐറ്റിനറി തരും, വാട്സപ്പിൽ തരും. നിങ്ങളത് നോക്കിയിട്ട് ബുക്ക് ചെയ്താൽ മതി. ഏകദേശം ഒരു 4000 രൂപ കൂടുതലൊന്നും ആവത്തില്ല കംപ്ലീറ്റ്. അത് വർത്താണ്. കാരണം ഒരു ദിവസം ഫുള്ളും നിങ്ങൾക്ക് കാണാനുള്ള കാഴ്ചകളുണ്ടാവും. ഒന്നാമത്തെ കാര്യം ഷാരൻ കാനിയൻ ഞാൻ പറഞ്ഞത്. രണ്ടാമത് കോൾസായി ലേക്ക്. കോൾസായി ലേക്ക് യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ ഇഷ്ടംപോലെ വീഡിയോസ് ഉണ്ടാവും. അല്ലെങ്കിൽ ഞാൻ എൻ്റെ വീഡിയോസ് കാണിച്ചിട്ടുണ്ട്. അതിനകത്ത് പോയി കഴിഞ്ഞാൽ അറിയാൻ പറ്റും. കോൾസായി ലേക്ക് വളരെ മനോഹരമായിട്ടുള്ള ലേക്കും, അതുപോലെ തന്നെ അവിടെ ഹൈക്കിങ് ചെയ്യാം, ഹോഴ്സ് റൈഡിങ് ചെയ്യാം, കുതിര സവാരി ചെയ്യാം. അത് രണ്ടാമത്തെ കാഴ്ച കോൾസായി ലേക്ക്. പിന്നെ ഉള്ളത് കെയിൻഡി ലേക്ക്. അതായത് ഈ ഭൂകമ്പം ഉണ്ടായി മല ഇടിഞ്ഞ് താഴ്ന്ന് അതിന് ഒരു തടാകവും തടാകത്തിന് നടുക്ക് ഉയർന്നു നിൽക്കുന്ന മരക്കുറ്റികളുമായിട്ടുള്ള അതിമനോഹരമായിട്ടുള്ള ഒരു ലേക്കാണ് കെയിൻഡി ലേക്ക് എന്ന് പറയുന്നത്. അപ്പോൾ കെയിൻഡി ലേക്ക് നല്ലൊരു കാഴ്ചയാണ്. കെയിൻഡി ലേക്കിലേക്ക് നിങ്ങൾക്ക് പോവാം.
കെയിൻഡി ലേക്ക് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അവിടുന്ന് ഹോഴ്സ് റൈഡിങ് ചെയ്ത് മലയിറങ്ങി വരാം. അങ്ങനെ ഒത്തിരി ആക്ടിവിറ്റീസ് ഉണ്ട്. അതിനിടയ്ക്ക് കസാക്കിസ്ഥാൻ്റെ ലോക്കൽ വില്ലേജിൽ കൂടെ നിങ്ങൾക്ക് യാത്ര ചെയ്യാം. ലോക്കൽ വില്ലേജിൽ കൂടെയാണ് ഈ സ്ഥലത്തേക്കൊക്കെ പോകുന്നത്. നിങ്ങളൊരു വാനിലോ അല്ലെങ്കിൽ ഒരു ബസ്സിലോ ഒക്കെ ആയിരിക്കും ഈ ടൂർ കമ്പനിക്കാർ കൊണ്ടുപോകുക. അപ്പോൾ നിങ്ങൾക്ക് കസാക്കിസ്ഥാൻ ലോക്കൽ വില്ലേജ് ലൈഫ് കാണും. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ലഡാക്കിലൂടെയൊക്കെ യാത്ര ചെയ്യുന്ന അതേ ഒരു ഫീലാണ് ഈ കസാക്കിസ്ഥാൻ്റെ ലോക്കൽ വില്ലേജിൽ കൂടെ ട്രാവൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത്. അത് ഒരു വളരെ മനോഹരമായിട്ടൊരു എക്സ്പീരിയൻസ് ആണ്. ഒരു 3 to 4 hours നിങ്ങൾക്ക് കാണാനുള്ള ഒരു വിഷ്വൽ ട്രീറ്റ് തന്നെയുണ്ട്. ഞാൻ എൻ്റെ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ പോയി ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, എൻ്റെ ഒരു ദിവസത്തെ ടൂർ അതായിരുന്നു. ഇങ്ങനെ സ്ഥലങ്ങളെല്ലാം കണ്ടിട്ട് തിരിച്ചു വന്നു. അതുപോലെ തന്നെ അവിടെ ഒരു ഗ്രീൻ മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട്. അതായത് അൽമാട്ടിയിലെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ളൊരു പഴയ സോവിയറ്റ് ടൈപ്പ് കാലത്തുണ്ടായിരുന്ന സൈസ് ഒരു മാർക്കറ്റാണ് ഈ ഗ്രീൻ മാർക്കറ്റ്. അവിടെ നിങ്ങൾക്ക് കിട്ടാത്തതായിട്ട് ഒരു സാധനമില്ല. ഉസ്ബെക്കിസ്ഥാനിൽ നിന്നും റഷ്യയിൽ നിന്നും ചൈനയിൽ നിന്നും ഒക്കെ ഇറക്കുമതി ചെയ്തിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സുകൾ, അതുപോലെ തന്നെ പലതരം പച്ചക്കറികളും ഫ്രൂട്ട്സും അങ്ങനെ എല്ലാം കൊണ്ട് റിച്ച് ആയിട്ടുള്ളൊരു മാർക്കറ്റാണ്. അത് ശരിക്കും ഒരു ദിവസം ഒരു ഹാഫ് ഡേ നടന്ന് കാണാനുള്ളത് തന്നെയുണ്ട്. അവിടെ നമുക്ക് സാധനങ്ങൾ വാങ്ങിക്കാം, വില കുറച്ച് ബാർഗെയിൻ ചെയ്ത് വാങ്ങിക്കാം. ബാർഗെയിൻ ചെയ്ത് നിങ്ങൾക്ക് സ്കില്ലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബാർഗെയിൻ ചെയ്ത് ഇഷ്ടംപോലെ സാധനങ്ങൾ വാങ്ങിക്കാം. അതുപോലെ തന്നെ ഉസ്ബെക്കിസ്ഥാനിൽ നിന്നൊക്കെ ഇറക്കുമതി ചെയ്യുന്ന ചായ ഉണ്ട്, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ടീ ഉണ്ട്, ചൈനീസ് ടീ ഉണ്ട്. നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. നിങ്ങൾക്ക് ഇന്ത്യയിൽ കിട്ടാത്ത കുറേ സാധനങ്ങളുണ്ട്, അതൊക്കെ നിങ്ങൾക്ക് കാണാം. അതുപോലെ തന്നെ കുതിരയുടെ മാംസം ഉണക്കി സൂക്ഷിക്കുന്ന ഇറച്ചി മാർക്കറ്റ് ഉണ്ട്. എൻ്റെ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്, അതൊന്ന് പോയി ചെക്ക് ചെയ്യുക. ഇറച്ചി മാർക്കറ്റ് ഉണ്ട്. ഭയങ്കര ഒരു അത്ഭുതമാണ് അതൊക്കെ കാണാൻ വേണ്ടി. നമ്മളൊന്നും ഇത് കണ്ടിട്ടുണ്ടാവില്ല. കുതിരയുടെ ഇറച്ചി എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ ഉണ്ടാവുള്ളൂ. നമുക്കതൊക്കെ പോയി ഡ്രൈ ആയിട്ട് വെച്ചിരിക്കുന്ന, സോസേജ് ആയിട്ട് വെച്ചിരിക്കുന്ന കുതിരയുടെ മാംസമൊക്കെ നമുക്ക് വേണമെങ്കിൽ മേടിക്കാം, അത് നാട്ടിൽ കൊണ്ടുവരാം. ഓപ്ഷൻസ് ഉണ്ട്. അപ്പം അത് ഒരു ഹാഫ് ഡേ എക്സ്പ്ലോർ ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ബിഗ് അൽമാട്ടി ലേക്ക് എന്ന് പറഞ്ഞിട്ട് അൽമാട്ടിയിൽ നിന്ന് ഏകദേശം ഒരു 11-12 കിലോമീറ്റർ അകലെ ജസ്റ്റ് ഒരു യാൻഡെക്സ് ടാക്സി വിളിച്ചിട്ട് പോയി കാണാവുന്ന ഒരു സ്ഥലമാണ് ബിഗ് അൽമാട്ടി ലേക്ക്. മഞ്ഞുകാലത്ത് ഇതെല്ലാം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അൽമാട്ടി അല്ലെങ്കിൽ കസാക്കിസ്ഥാൻ വിസിറ്റ് ചെയ്യാൻ ഏത് സീസണിലും ആപ്റ്റാണ്. അതായത് ഒരു ഒക്ടോബർ ടു ഫെബ്രുവരി, മാർച്ച്, ഒരു ഏപ്രിൽ ആദ്യം വരെ ഫുള്ള് മഞ്ഞായിരിക്കും. നല്ല തണുപ്പായിരിക്കും. ഏകദേശം ഒരു -40 ഡിഗ്രി ഒക്കെ. അവരുടെ തലസ്ഥാനമായ അസ്താനയിലൊക്കെ -40 വരെ തണുപ്പ് പോകുമെന്നാണ് എനിക്ക് അറിയാനായിട്ട് സാധിച്ചത്. അൽമാട്ടിയിലും ഏകദേശം അതേ ക്ലൈമറ്റൊക്കെ തന്നെയാണ്. പിന്നീട് ഏപ്രിൽ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് സ്പ്രിങ് തുടങ്ങും. ഒരു മെയ് മാസമൊക്കെ ആകുമ്പോഴത്തേക്കും സമ്മർ തുടങ്ങി. ഏകദേശം ഒരു +40-41 ഡിഗ്രി നല്ല ചൂടായിരിക്കും ആ സമയത്ത്. അതാണ് അൽമാട്ടി. ഏത് സമയത്ത് നമുക്ക് പോയി, അല്ലെങ്കിൽ കസാഖിസ്ഥാൻ ഏത് സമയത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാനുള്ള കാഴ്ചകളുണ്ട്. അതായത് ഒക്ടോബർ മാസത്തിൽ പോകുമ്പം മരങ്ങളൊക്കെ ഇല കൊഴിച്ച് നല്ല പഴുത്ത ഇലകളായിട്ട് നിൽക്കുന്ന ഒരു ഓട്ടം സീസൺ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. വിൻ്ററിലോ അതികഠിനമായിട്ടുള്ള മഞ്ഞായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഷിംബുലാക്ക് സ്കീ റിസോർട്ട് എന്ന് പറഞ്ഞിട്ടൊരു സ്കീ റിസോർട്ടുണ്ട്. അത് വളരെ ഫേമസ് ആയിട്ടുള്ളൊരു സ്കീ റിസോർട്ടാണ് ഏഷ്യയിൽ തന്നെ. അതായത് നിങ്ങൾക്ക് ഷിംബുലാക്കിലേക്ക് പോകണമെങ്കിൽ അൽമാട്ടിയിൽ നിന്നും യാൻഡെക്സ് മാപ്പ് ഉണ്ടാവും. അത് ആദ്യം ഡൗൺലോഡ് ചെയ്യാനും പറഞ്ഞിരുന്നു. യാൻഡെക്സ് മാപ്പിലേക്ക് നോക്കുക, ഷിംബുലാക്കിലേക്ക് ഉള്ള ബസ് ഏത് ബസ് സ്റ്റോപ്പിലാണ് വരുന്നതെന്ന്. നിങ്ങളൊരു പർട്ടിക്കുലർ ബസ് സ്റ്റോപ്പ് കാണിച്ചു തരും. ആ ബസ് സ്റ്റോപ്പിൽ പോയി നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബസ് നമ്പർ ഉണ്ടാവും. ഷിംബുലാക്കിലേക്ക് പോകേണ്ട ബസ് നമ്പർ 10 അല്ലെങ്കിൽ 22 23 ആണെന്ന് എനിക്ക് തോന്നുന്നു, ഉറപ്പില്ല. അപ്പോൾ നിങ്ങൾക്ക് ആ മാപ്പിൽ കറക്റ്റായിട്ട് അറിയാനായിട്ട് സാധിക്കും. അപ്പോൾ ബസ് സ്റ്റോപ്പിൽ പോയി നിന്നിട്ട് ആ പർട്ടിക്കുലർ നമ്പർ ബസ് വരുമ്പോൾ അതേ കയറി നിങ്ങൾ ഏകദേശം ഒരു ഇന്ത്യൻ റുപ്പീസിൽ ഞാൻ പറയുന്നത് ഒരു 30 രൂപ, നമ്മുടെ ഒരു 30 രൂപ കൊടുത്തു കഴിഞ്ഞാൽ അവർ ഷിംബുലാക്കിൽ കൊണ്ട് എത്തിക്കും. അവിടെ നിന്ന് ഒരു ഏകദേശം ഒരു 6500 ടെങ്ക് എന്ന് പറഞ്ഞാൽ നിസാര 1000 താഴെ, അത്ര 1000 രൂപ സംതിങ് വരുന്നുള്ളൂ. കൂടിപ്പോയാൽ 1500 2000 ഒക്കെ റേറ്റ് വരുന്നുള്ളൂ. നിങ്ങൾക്കൊരു കേബിൾ കാറിൽ അങ്ങ് മലയുടെ മുകളിലേക്ക് പോകാം. അതിൽ 4 സ്റ്റേഷനുണ്ട്. ഈ 4 സ്റ്റേഷൻ കഴിഞ്ഞ് മുകളിലേക്ക് ചെല്ലുമ്പോൾ നിങ്ങൾക്ക് സ്കീയിങ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതായത് ഈ തണുപ്പ് രാജ്യങ്ങളിൽ ആളുകളുടെ പ്രധാന വിനോദമാണ് സ്കീയിങ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ നിന്ന് സ്കീ സ്യൂട്ടുകളൊക്കെ വാടകയ്ക്ക് എടുക്കാം, റെൻറ്റിനെടുക്കാം. അതുപോലെ തന്നെ സ്കീ ബോർഡ് വാടകയ്ക്ക് എടുക്കാം. അതെല്ലാം റെൻ്റ് എടുത്തിട്ട് സ്കീയിങ് ചെയ്യാം. അതുപോലെ തന്നെ അവിടുത്തെ കാഴ്ചകൾ ആസ്വദിക്കാം. കസാക്കിസ്ഥാൻ പരുന്തിനെ വെച്ചിട്ട് ഫോട്ടോ എടുക്കുന്ന ആളുകളെ ഞാൻ അവിടെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാം. കുറേ ഒരു വിഷ്വൽ ട്രീറ്റാണ് അതിൻ്റെ മുകളിലേക്ക് കയറി ചെല്ലുമ്പോൾ. അപ്പോൾ അത് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാം. അതാണ് ഷിംബുലാക്ക് സ്കീ റിസോർട്ട്. നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. അപ്പോൾ ഇതാണ് അൽമാട്ടിയിൽ കാണാനുള്ള ഏറ്റവും പ്രധാനമായിട്ടുള്ള കാഴ്ചകൾ. ഞാനിതൊക്കെയാണ് കണ്ടത്. പിന്നെ ഞാനൊരു ഓഫ് ബീറ്റ് ട്രാവലർ ആയതുകൊണ്ട് കുറേ മടി പിടിച്ചിരിക്കും കുറേ സ്ഥലത്തൊക്കെ. എങ്ങോട്ടേലും പോകണമെങ്കിൽ എനിക്ക് ഭയങ്കര മടിയാണ് പോകാൻ. അപ്പം എനിക്കൊരു എൻ്റെ കംഫർട്ടബിലിറ്റി അനുസരിച്ചിട്ട് ഞാൻ ഏതെങ്കിലും സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞാൽ ട്രാവൽ ചെയ്യാൻ വേണ്ടി ഇറങ്ങാറുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇതിനും കൂടുതൽ ഇഷ്ടംപോലെ കാഴ്ചകളുണ്ട്.
പ്രത്യേകിച്ച് അൽമാട്ടിയിൽ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ വളരെ എന്താ പറയുന്നത് ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. കാരണം 30 ഇന്ത്യൻ റുപ്പീസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഏത് സിറ്റിയിൽ ഏത് ടൗണിൽ വേണമെങ്കിൽ ഏത് സ്ട്രീറ്റിൽ വേണമെങ്കിലും പോയി ഇറങ്ങാം. അതുപോലെ തന്നെ അൽമാട്ടിയിൽ മെട്രോ ഉണ്ട്. മെട്രോയിൽ ഇതുപോലെ തന്നെ ഏകദേശം ഒരു 20 ടെങ്കയോ അങ്ങനെ എന്തോ ആണ്. നമ്മുടെ ഈ 10-20 രൂപ കൊടുത്തു കഴിഞ്ഞാൽ എന്താ പറയണേ ഏത് സ്റ്റേഷനിൽ പോയി ഇറങ്ങാം. നമ്മുടെ നാട്ടിൽ എടപ്പള്ളിയിൽ നിന്ന് ആലുവ വരെ 50 രൂപ കൊടുക്കണ്ടേ മെട്രോയ്ക്ക്. അത്രയും ദൂരം പോലും ഇവിടെ 20 രൂപ, അതായത് നമ്മുടെ ഇന്ത്യൻ റുപ്പീസ് 20 രൂപ മാത്രമേ ചാർജ് ചെയ്യുന്നുള്ളൂ. അതുപോലെ മോസ്കോ എന്ന് പറഞ്ഞിട്ടൊരു സ്റ്റേഷനിലേക്കൊക്കെ ഞാൻ പോയത് ഓർക്കുന്ന, അതായത് കസാക്കിസ്ഥാനിലുള്ളൊരു സ്ഥലമാണ് മോസ്കോ. റഷ്യയിലെ മോസ്കോ അല്ല, അല്ലെങ്കിൽ അവിടേക്ക് ജസ്റ്റ് മെട്രോ എക്സ്പ്ലോർ ചെയ്യാൻ പോയത് ഞാൻ ഓർക്കുന്നുണ്ട്. വെറും 20 രൂപയേ ഉള്ളൂ. ഓക്കെ, ജസ്റ്റ് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി അവിടെ ഇവിടെയൊക്കെ പോവാം മെട്രോയിൽ കയറിയിട്ട്. അതുപോലെ തന്നെ കസാക്കിസ്ഥാൻ ഹോട്ടൽ എന്ന് പറഞ്ഞിട്ടൊരു ഹോട്ടലുണ്ട്, വളരെ പ്രശസ്തമായിട്ടുള്ളൊരു ഹോട്ടലാണ്. അവിടെ ജസ്റ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ദിവസം താമസിക്കാം. അവിടെ വളരെ പ്രശസ്തമായിട്ടുള്ള എന്തോ ചരിത്രമൊക്കെ ഉള്ള ഹോട്ടലാണ്. ഞാൻ പോയില്ല, ഞാൻ പുറത്തുനിന്ന് കണ്ടതേ ഉള്ളൂ. അതുപോലെ തന്നെ റെസ്റ്റോറൻറ്റുകൾ ഇഷ്ടംപോലെ ഓപ്ഷൻസ് ഉണ്ട്. അൽമാട്ടിയിലെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള റെസ്റ്റോറൻറ്റുകളിൽ ഒന്നാണ് നവാത്ത് റെസ്റ്റോറൻറ്റ്. അതായത് നവാത്ത് എന്നാണ് അതിൻ്റെ പേര്. നിങ്ങൾ ചെന്ന് കഴിയുമ്പോൾ അറിയാം, നവാത്ത് സെർച്ച് ചെയ്യുമ്പോഴത്തേക്കും ലൊക്കേഷൻ ഇട്ടാൽ കാണിക്കും. അവിടെ കുതിരയുടെ മാംസം വെച്ചിട്ടുള്ളൊരു വിഭവം ഉണ്ട്. അത് എന്തോ ഒരു ഈ നമ്മുടെ ഈ മോമോസ് പോലെ എന്തോ മൈദയിലൊക്കെ ഉണ്ടാക്കുന്ന ഒരു സാധനമുണ്ട്. എന്തോ ഷീറ്റ് വലിക്കും, എനിക്ക് അതിൻ്റെ പേര് കറക്റ്റായിട്ട് അറിയത്തില്ല. അവിടെ ഒരു ഡ്രിങ്ക് ഉണ്ട്, അതിൻ്റെ പേര് ഞാൻ വിട്ടുപോയി. അതിൻ്റെ കൂട്ടത്തിൽ ഈ കുതിരയുടെ മാംസം ഇങ്ങനെ റൗണ്ട് ഷേപ്പിൽ വെച്ചിട്ട് ഒരു വലിയ, അതായത് നമ്മുടെ നാട്ടിൽ വന്നിട്ട് ഒരു നല്ല റെസ്റ്റോറൻറ്റിൽ പോയി ഫുഡ് കഴിക്കുന്ന അത്ര ഒരു മന്തി കഴിക്കുന്ന ചിലവേ ആവുള്ളൂ അവിടെ പോയിട്ട് അത് സംഭവം കഴിക്കുന്നവർ. അപ്പോൾ അത് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. നല്ല മോമോസ്. ഞാൻ പറയുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളൊരു ബഡ്ജറ്റ് ട്രാവലർ ആണെങ്കിൽ, നിങ്ങൾക്ക് യാത്ര ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ, ഇതുപോലെ ചെറിയ ഹോസ്റ്റലുകളിലൊക്കെ താമസിച്ച് വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ നിങ്ങൾക്ക് യാത്ര ചെയ്യാൻ പറ്റിയ ഇഷ്ടംപോലെ രാജ്യങ്ങളുണ്ട്. അപ്പോൾ നിങ്ങളതൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിങ്ങനെ ഈ ഹോസ്റ്റലുകൾ താമസിക്കുമ്പോൾ ഒരുപാട് രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകളുണ്ടാവും അവിടെ. ഫോർ എക്സാമ്പിൾ യൂറോപ്പിൽ നിന്നും സൗത്ത് അമേരിക്കയിൽ നിന്നൊക്കെ ഒരുപാട് ഫ്രണ്ട്സ് എനിക്കുണ്ട്. ഞാൻ എല്ലാവരും ഇങ്ങനെ ഹോസ്റ്റലുകൾ താമസിച്ച് പരിചയപ്പെട്ടാണ്. ഫോർ ഈവൻ ഞാനിപ്പോൾ വർക്കലയിലാണ്, ഞാനിപ്പോൾ ഇവിടെ ഒരു ഹോസ്റ്റലിലാണ് ഇരിക്കുന്നത്, ഹോപ്പ് എന്ന് പറഞ്ഞിട്ട് ഹോസ്റ്റലിലാണ്. അപ്പോൾ ഇവിടെയും ഒരുപാട് ഫോറിനേഴ്സ് ഒരു ഒക്ടോബർ, നവംബർ, ഡിസംബർ ആ ഒരു സമയത്ത് വരും. ഫോറിനേഴ്സ് മാത്രമല്ല, ഇന്ത്യയിൽ നിന്ന് വിവിധ സ്റ്റേറ്റുകളിൽ നിന്നുള്ള ആളുകളൊക്കെ വരും. അപ്പോൾ നമ്മൾ അവരുമായിട്ട് എന്താ പറയുക, ഇൻട്രാക്ട് ചെയ്യുക, മിങ്കിൾ ചെയ്യുക, അവരുടെ എക്സ്പീരിയൻസസ് കേൾക്കുക. അപ്പോൾ അവരിൽ നിന്നൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ വേണ്ടി പറ്റും. അങ്ങനെ നമുക്ക് ഒരുപാട് കണക്ഷൻസ് കിട്ടും. അപ്പോൾ എനിക്കങ്ങനെ കുറേ രാജ്യത്ത് ഇഷ്ടംപോലെ ആളുകളെ പരിചയമുണ്ട്. അപ്പോൾ ഇപ്പോൾ കസാക്കിസ്ഥാനിൽ ഇനി നമ്മൾ പോവുകയാണെങ്കിലും എനിക്ക് എന്താ പറയുക, ഹോട്ടൽ ബുക്ക് ചെയ്യാതെ സ്റ്റേ ചെയ്യാനുള്ള ഓപ്ഷൻസ് അങ്ങനെ എനിക്ക് മാത്രമല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും പറ്റും. അപ്പോൾ എന്നെയൊക്കെ സംബന്ധിച്ച് എനിക്ക് യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് ലിമിറ്റേഷൻസ് ഉണ്ട്. നമ്മളൊരു വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ലീവ്, അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ കാരണമാണ് ഞാൻ, അതുപോലെ തന്നെ പൈസ ഒരു ഫാക്ടറാണ്, അതൊക്കെ തന്നെയാണ് നമ്മുടെ ഒരു പ്രശ്നം. അപ്പോൾ നിങ്ങൾ മാക്സിമം യാത്ര ചെയ്യുക. ഇതൊക്കെയാണ് എൻ്റെ കസാക്കിസ്ഥാൻ പോയ അനുഭവങ്ങളും എനിക്ക് പറയാനുള്ള കാര്യങ്ങളും. അതുപോലെ തന്നെ യാത്രയിൽ ഒരുപാട് എക്സ്പീരിയൻസസ് ഉണ്ടായി. അതായത് സെൻട്രൽ ഏഷ്യൻ രാജ്യത്തെക്കുറിച്ച് നമുക്കുള്ളൊരു ധാരണ, അതായത് അവിടെ ഈ കസാക്കിസ്ഥാനൊക്കെ കേൾക്കുമ്പോൾ എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട്. ഞാൻ അഫ്ഗാനിസ്ഥാനിൽ കേട്ടിട്ടുണ്ട്, അവിടെ ഈ തീവ്രവാദികളൊക്കെ ഉള്ള സ്ഥലം പോലെ. പക്ഷേ ഈ വീഡിയോ കണ്ട് കസാക്കിസ്ഥാൻ്റെ ആ വീഡിയോസൊക്കെ കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നല്ലൊരു രാജ്യമാണ്, നമുക്ക് അഫോർഡബിളായിട്ട് പോകാൻ പറ്റിയ ഒരു രാജ്യമാണെന്നൊക്കെ മനസ്സിലാക്കാനാണ് സാധിച്ചത്. അപ്പോൾ അങ്ങനെ കുറേ പ്ലസ് പോയിൻറ്റ്സ് ഉണ്ട് നമ്മളിങ്ങനെ യാത്ര ചെയ്യുമ്പോൾ. അതുപോലെ തന്നെ കസാക്കിസ്ഥാനിൽ നിങ്ങൾക്ക് ചൈന പോകണമെങ്കിൽ ചൈനീസ് വിസ എടുത്തിട്ട് പോയി കഴിഞ്ഞാൽ ഏകദേശം ഒരു 1500 റുപ്പീസ് ഇന്ത്യൻ റുപ്പീസ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബസ് കിട്ടും. അവിടുന്ന് കസാക്കിസ്ഥാനിൽ ബസ് കിട്ടും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഉസ്ബെക്കിസ്ഥാൻ ലാൻഡ് ബോർഡർ ക്രോസ് ചെയ്ത് പോവാം, ഈ വിസ എടുത്താൽ മതി. അടുത്ത് അങ്ങനെ കുറച്ച് രാജ്യങ്ങൾ എക്സ്പ്ലോർ ചെയ്തിട്ട് പോകാം നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ. എനിക്ക് സമയം ഉണ്ടായിരുന്നെങ്കിൽ ഞാനിതൊക്കെ ചെയ്തേനെ. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ എക്സ്പീരിയൻസ്. അതുപോലെ ഒത്തിരി ആളുകളെ പരിചയപ്പെടാൻ പറ്റി, അതുപോലെ തന്നെ ഒത്തിരി സ്ഥലങ്ങൾ കാണാൻ വേണ്ടി പറ്റി. ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടാവില്ല എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള രാജ്യങ്ങളിലൊക്കെ പോകുമെന്ന്. സമയവും അതുപോലെ തന്നെ സാഹചര്യങ്ങളൊക്കെ ഒത്തു വന്നപ്പോൾ പോയി. ഇനി വേറൊരു ഫോറിൻ കൺട്രിയിലേക്ക് പോകാൻ പറ്റുമോയെന്നും എനിക്കറിയത്തില്ല. ചിലപ്പം ശ്രമിക്കുന്നുണ്ട് പോകണമെന്ന്, പക്ഷേ എന്താ പറയുക, പല ഫാക്ടേഴ്സ് സമ്മതിക്കണം. ഓക്കെ, അതൊക്കെയാണ് എൻ്റെ എക്സ്പീരിയൻസ്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കുക. ഞാനിപ്പോൾ വന്നിരിക്കുന്നത് ഡാർജിലിംഗ് കഫേയിൽ. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ മോമോസ് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അടിപൊളി മോമോസ്, നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ കണ്ട് മറ്റേ കൂർഗ് പോയപ്പോൾ അവിടെ ഒരു ടിബറ്റൻ റെസ്റ്റോറൻറ്റിൽ കയറിയിട്ടൊരു മോമോസ് കഴിച്ച ഓർമ്മയുണ്ട്, അതേ ടേസ്റ്റ്. പക്ഷെ ചട്നി ഡിഫറെൻ്റ് ആണ്, പക്ഷേ സൂപ്പറാണ്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ കസാക്ക് എക്സ്പീരിയൻസ്. നിങ്ങൾക്ക് കസാഖിസ്ഥാനിലേക്ക് പോകാൻ താല്പര്യമുണ്ടെങ്കിൽ ഫസ്റ്റ് ഫ്ലൈറ്റ് ടിക്കറ്റ് അപ്പ് ആൻഡ് ഡൗൺ ഒരു 38,000 സംതിങ്ങിന്. എൻ്റെ അടുത്ത ചായ വന്നു. താങ്ക് യു.
ഒരു ബ്ലാക്ക് ടീ കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ട്. യെസ്, ഓക്കെ. ഫ്ലൈറ്റ് ടിക്കറ്റ് ഒരു നേരത്തെ പ്ലാൻ 25K ഫ്രം ഡൽഹി ടു അൽമാട്ടി നിങ്ങൾക്ക് കിട്ടും. സ്റ്റേ ഒരു ഹോസ്റ്റൽ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ലൈക്ക് ഒരു 5,000 to 6,000 റേഞ്ചിലൊക്കെ ഓഫ് സീസണിൽ പോയി കഴിഞ്ഞാൽ കിട്ടും. പിന്നെ ഫുഡ് നമുക്ക് ഡെയിലി ഒരു നമ്മുടെ ഇന്ത്യൻ റുപ്പീസ് ഒരു 200 രൂപ to 200 to 500 റുപ്പീസിനുള്ളിൽ ഫുഡ് നിൽക്കും. പിന്നെ ലോക്കൽ ട്രാൻസ്പോർട്ടേഷൻ ഈസ് ചീപ്പ്. ആൻഡ് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ എക്സ്പ്ലോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ 4,000 to 5,000 ടോട്ടൽ ഒരു 50,000-നുള്ളിൽ കസാഖിസ്ഥാൻ പോയിട്ട് വരാൻ പറ്റും നമ്മൾ കറക്റ്റായിട്ട് പ്ലാൻ ചെയ്ത് പോവുകയാണെങ്കിൽ. എനിക്ക് ചിലവായത് ഏകദേശം ഒരു 70,000 സംതിങ് ആണ്. പക്ഷെ അത്രയും വരത്തില്ല. നിങ്ങൾ ഓൾറെഡി അത് കറക്റ്റായിട്ട് പ്ലാൻ ചെയ്തിട്ട് പോകുകയാണെങ്കിൽ അത്രയും വരത്തില്ല. ഒരു 50,000-നുള്ളിൽ നിർത്താം. അല്ലെങ്കിൽ ഏകദേശം ഒരു 50,000 രൂപയ്ക്ക് പോയിട്ട് വരാൻ പറ്റിയ നല്ലൊരു രാജ്യമാണ് കസാഖിസ്ഥാൻ. ഇനി നാട്ടിലെ കുറച്ച് വീഡിയോസൊക്കെ ആയിട്ട് കുറച്ച് നാളിങ്ങനെ കറങ്ങി നടക്കാമെന്നാണ് എൻ്റെ പ്ലാൻ. അതുകൊണ്ട് ഞാൻ വർക്കലയിൽ കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട്. അത് അടുത്ത ആഴ്ച ഞാൻ നിങ്ങളെ കാണിക്കാം. ഒന്നുമില്ല, ജസ്റ്റ് ഒരു വീക്കെൻഡിന് വേണ്ടിയിട്ട് ഇവിടെ വന്നതാണ്. അതായത് നമ്മൾ സ്ട്രെസ്ഡ് ആയിട്ടുള്ള ഒരു വർക്ക് ലൈഫിൽ നിന്നൊരു റിലീഫ് എന്നുള്ള രീതിയിൽ ഇറങ്ങിയതാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് വരുന്ന സ്ഥലമാണ് വർക്കല. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സ്ഥലം. ഇങ്ങനെ പീസ്ഫുള്ളായിട്ട് ഇവിടെ നിന്ന് ചായ കുടിച്ച് സൺസെറ്റൊക്കെ നോക്കിയിരിക്കാം. അപ്പോൾ ഗൈസ്, എല്ലാവരും പറയുന്നത് പോലെ തന്നെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വളരെ കുറച്ച് സബ്സ്ക്രൈബേഴ്സാണ് നമുക്കുള്ളത്. അപ്പോൾ സബ്സ്ക്രൈബേഴ്സ് കുറച്ചൊന്ന് കൂട്ടണം. അപ്പോൾ നിങ്ങളെല്ലാവരും മനസ്സ് വെച്ച് കഴിഞ്ഞാൽ പറ്റും. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടൺ ചെറുതായിട്ടൊന്ന് അമർത്തുക, സപ്പോർട്ട് ചെയ്യുക, ചെറുതായിട്ടൊന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ എൻ്റെ ചെറിയ അതായത് ഞാൻ എവിടെയെങ്കിലൊക്കെ പോകുന്ന വീഡിയോസൊക്കെ ഞാൻ പറ്റുന്ന പോലെയൊക്കെ എടുത്തിടും. ഒന്ന് സപ്പോർട്ട് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമ്പോൾ എനിക്ക് കുറച്ചുകൂടെ വീഡിയോസ് ഇടാൻ വേണ്ടിയിട്ടുള്ള ആഗ്രഹം ഉണ്ടാവും. അപ്പോൾ അങ്ങനെയാണ്. അപ്പം ഗുഡ് ബൈ, അടുത്ത ആഴ്ച കാണാം. നമ്മുടെ സൂര്യൻ ഇങ്ങനെ അസ്തമിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. പക്ഷേ സൂര്യനെ കറക്റ്റായിട്ട് കാണാൻ പറ്റുന്നില്ല. മഴക്കാറുള്ളത് കൊണ്ടാണെന്ന് തോന്നുന്നു. വർക്കലയിലെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഈവനിങ്. ഒരു കട്ടൻ ചായയും അതുപോലെ തന്നെ സൺസെറ്റും. വാവ്, ദിസ് ഈസ് ആൻ അമേസിങ് എക്സ്പീരിയൻസ്.